പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 25 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 വിഭാഗങ്ങളിൽ നിന്നുള്ള 25 ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 25 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്നത് ഏത് വർണ്ണകമാണ്? പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്നത് ഏത് വർണ്ണകമാണ്? ഉത്തരം സാൻഡോഫിനാണ്. അടുത്ത ചോദ്യം, കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? ഉത്തരം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശാസ്ഥികൂടം എന്ന് അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ജോൺ ഡാൾട്ടൺ. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ജോൺ ഡാൾട്ടൺ ആണ് ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഏത് കോശാംഗമാണ് കരൾ, തലച്ചോറ്, പേശികൾ എന്നിവിടങ്ങളിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത്? താഴെ പറയുന്നതിൽ ഏത് കോശാംഗമാണ് കരൾ, തലച്ചോറ്, പേശികൾ എന്നിവിടങ്ങളിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത്? ഉത്തരം മൈറ്റോകോൺട്രിയ. അടുത്ത ചോദ്യം, 1 മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ നീളത്തെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? 1 മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് അളക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ നീളം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ലീസ്റ്റ് കൗണ്ട്. 1 മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് അളക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ നീളത്തെ ലീസ്റ്റ് കൗണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ മൃദുലോഹം അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നതിൽ മൃദുലോഹം അല്ലാത്തത് ഏതാണ്? ഉത്തരം സിങ്ക് ആണ്. ബാക്കിയുള്ള ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം എന്നിവ മൃദുലോഹങ്ങളാണ്. അടുത്ത ചോദ്യം, സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഉത്തരം സെക്കൻഡ് ആണ് സമയത്തിൻ്റെ SI യൂണിറ്റ്. അടുത്ത ചോദ്യം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരം അലുമിനിയം ആണ്. അടുത്ത ചോദ്യം, പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? ഉത്തരം കാൻഡിലയാണ്. പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ്. അടുത്ത ചോദ്യം, ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികൾ ആക്കാൻ സാധിക്കും. ഈ സവിശേഷത എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കും. ഈ സവിശേഷത എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഡക്റ്റിലിറ്റി. അടുത്ത ചോദ്യം, 1 ലിറ്റർ കടൽ ജലത്തിൽ കാണപ്പെടുന്ന ഉപ്പിൻ്റെ അളവ് എത്രയാണ്? 1 ലിറ്റർ കടൽ ജലത്തിൽ കാണപ്പെടുന്ന ഉപ്പിൻ്റെ അളവ് എത്രയാണ്? ഉത്തരം 35 ഗ്രാം. അടുത്ത ചോദ്യം, ഭക്ഷ്യപദാർത്ഥങ്ങളിൽ മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഭക്ഷ്യപദാർത്ഥങ്ങളിൽ മഞ്ഞ നിറം ലഭിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഉത്തരം ടാർട്രാസിൻ. അടുത്ത ചോദ്യം, പരിണാമത്തോടൊപ്പം ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പരിണാമത്തോടൊപ്പം ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം അദിശ അളവുകൾ. അടുത്ത ചോദ്യം, കോക്ലിയയുടെ ഉള്ളിൽ കാണപ്പെടുന്ന ദ്രാവകം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കോക്ലിയയുടെ ഉള്ളിൽ കാണപ്പെടുന്ന ദ്രാവകം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കോക്ലിയ നമ്മുടെ ആന്തരകർണത്തിൻ്റെ ഭാഗമാണ്. ഒച്ചിൻ്റെ തോട് പോലെയാണ് ഇതിൻ്റെ ആകൃതി. ഈ കോക്ലിയക്കകത്ത് ഒരു ദ്രാവകം നിറഞ്ഞു കിടപ്പുണ്ട്. ഈ ദ്രാവകത്തിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഉത്തരം എൻഡോ ലിംഫാണ് കോക്ലിയക്കകത്തുള്ള ദ്രാവകം. അടുത്ത ചോദ്യം, രൂപമാറ്റം വരുത്താൻ സാധിക്കുന്ന എന്നർത്ഥം വരുന്ന പ്ലാസ്റ്റിക്കോസ് എന്ന വാക്കിൽ നിന്നുമാണ് പ്ലാസ്റ്റിക്കിന് ആ പേര് ലഭിച്ചത്. ഈ വാക്ക് ഏതു ഭാഷയിൽ നിന്നും എടുത്തതാണ്? രൂപമാറ്റം വരുത്താൻ സാധിക്കുന്ന എന്നർത്ഥം വരുന്ന പ്ലാസ്റ്റിക്കോസ് എന്ന വാക്കിൽ നിന്നാണ് പ്ലാസ്റ്റിക്കിന് ആ പേര് ലഭിച്ചത്. ഈ വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഉത്തരം ഗ്രീക്ക്. അടുത്ത ചോദ്യം, പ്ലാസ്റ്റിക്കിൻ്റെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ്? പ്ലാസ്റ്റിക്കിൻ്റെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം മൈക്രോൺ ആണ്. അടുത്ത ചോദ്യം, ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ഉത്തരം ബേക്കലൈറ്റ്. അടുത്ത ചോദ്യം, ആവർത്തനത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ആവർത്തനത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഉത്തരം ആവർത്തനത്തിന് പ്രത്യേകിച്ച് യൂണിറ്റ് ഇല്ല. പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള ഒരു അനുപാത സംഖ്യയാണ് ആവർത്തനം. ആവർത്തനത്തിന് പ്രത്യേക യൂണിറ്റ് ഇല്ല. അടുത്ത ചോദ്യം, ബോയർ എന്നത് ഏത് ജീവിയുടെ സങ്കര ഇനം ആണ്? ബോയർ എന്നത് ഏത് ജീവിയുടെ സങ്കര ഇനം ആണ്? ഉത്തരം ആട്. ആടിൻ്റെ സങ്കര ഇനമാണ് ബോയർ.
അടുത്ത ചോദ്യം, രക്തം ഏത് തരം കലയാണ്? രക്തം ഏത് തരം കലയാണ്? ഉത്തരം യോജക കല. രക്തം ഒരു യോജക കലയാണ്. അടുത്ത ചോദ്യം, ഇലകളിൽ തയ്യാറാക്കിയിട്ടുള്ള ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സംവഹന കല ഏതാണ്? ഇലകളിൽ തയ്യാറാക്കിയിട്ടുള്ള ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സംവഹന കല ഏതാണ്? ഉത്തരം ഫ്ലോയമാണ്. അടുത്ത ചോദ്യം, സസ്യത്തിന്റെ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനത്ത് കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങൾ ഏതാണ്? സസ്യത്തിന്റെ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനത്ത് കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങൾ ഏതാണ്? ഉത്തരം മെരിസ്റ്റമിക കലകളാണ് സസ്യത്തിന്റെ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനത്ത് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ഉത്തരം സ്വർണ്ണമാണ് മാലിയബിലിറ്റി ഏറ്റവും കൂടിയിട്ടുള്ള ലോഹം. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഏതാണ്? താഴെ പറയുന്നതിൽ ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഏതാണ്? ഉത്തരം ഗ്രാഫൈറ്റ് ആണ്. അടുത്ത ചോദ്യം, കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന നൂല് ഏതാണ്? കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന നൂല് ഏതാണ്? ഉത്തരം റയോൺ. 25 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിതുപോലുള്ള വീഡിയോകളായിട്ട് കാണാം. അതുവരേക്കും ബൈ.